ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പം 4 മണിക്ക് എണീച്ച് ഫ്രഷായി ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് നമ്മളെ കാട്ടക്കട ബസ് സ്റ്റേഷനിലേക്ക് എത്തി. കറക്റ്റ് ആ ടൈം തന്നെ ട്രിവാൻഡ്രത്തേക്ക് ഒരു ബസ്സും കിട്ടി, ടിക്കറ്റും എടുത്തു. ഏർലി മോർണിംഗ് ട്രാഫിക്കൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് ബസ്സിന് ആവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തമ്പാനൂർ ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റി. നമ്മൾ അറൗണ്ട് ഒരു 6 ആയപ്പം തമ്പാനൂർ ബസ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ചെന്നപ്പം തന്നെ ട്രെയിൻ അവിടെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് കയറി ഒന്ന് സീറ്റ് കണ്ടുപിടിച്ച് സെറ്റിലായി. ഈ ട്രെയിൻ കോച്ചിൽ ഞാനും എൻ്റെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു എൽഡർലി ആയിട്ടുള്ള കപ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഇതുവരെ വേറെ ആരും വന്നില്ല. എനിക്ക് തോന്നുന്നു ട്രെയിൻ 6:45-നാണ്. ഞാൻ അറൗണ്ട് ഒരു 6:02 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ള അപ്പം ഒരു ഹെൽപ്പ് ചോദിച്ചു. പുള്ളിക്കാരൻ്റെ സീറ്റ് ആ പാത്ത് വേയുടെ സൈഡിലുള്ളതായിരുന്നു. സോ പുള്ളിക്കാരന് അതിൽ ബെഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് തിരിച്ച് സീറ്റിലേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം ബോറടിച്ച് പോസ്റ്റായിട്ടിരുന്നു. പിന്നെ വിചാരിച്ച് തലേദിവസം എടുത്ത വ്ളോഗുണ്ട്, ആവശ്യമുള്ള ക്ലിപ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ചെയ്തു. ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്തപ്പോൾ തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് എറണാകുളത്ത് എത്തിയപ്പോഴും ഡിലേ ആയി. പിന്നെ എറണാകുളം ടൗൺ എത്തിയപ്പം തന്നെ ഒരു ഊബറും ബുക്ക് ചെയ്ത് ഡയറക്റ്റ് ഗ്രാൻഡ് ഹയത്തിലേക്ക് വിട്ടു. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഊബർ ഡ്രൈവറും പറഞ്ഞു ആവശ്യം നല്ല ട്രാഫിക്കും കാണും, എന്നാലും നമ്മൾ ഒരു 11:30-40 ഒക്കെ ആയപ്പം ഗ്രാൻഡ് ഹയത്തിലും എത്തി. അങ്ങനെ ഡെസ്റ്റിനേഷൻ റീച്ച് ആയി. ഇനി ഏത് എൻട്രൻസിൽ കൂടെ കയറണമെന്ന് നോക്കിയിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാൻഡ് ഹയത്തിലെത്തി. ഇനി പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മീറ്റിംഗ് റൂമിലേക്ക് പോവാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവരിവിടെ ഏതോ ഒരു ഹോളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അത് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഇവൻ ഹോള് കണ്ടുപിടിച്ചു. എൻ്റർ ചെയ്തപ്പം തന്നെ നമ്മളെ പുതിയ ന്യൂ ജോയിനീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. കുറച്ച് സ്പീച്ചും പിന്നെ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ന്യൂ കമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചിലേക്ക് പോയി. ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് എല്ലാവരും ഫോട്ടോ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് കയറി പോവുകയാണ്. അതിൻ്റെ അകത്തേറ അല്ലെങ്കിൽ ഇനി നമ്മൾ പുറത്താക്കും. സൂപ്പർ ചൂടാണ്, വേർത്ത് ഒലിച്ചു. ഇവിടെ വേറെന്തോ മാരേജിൻ്റെ ഇവൻറ്റും കൂടെ നടക്കുകയാണ് ആ ടൈം. നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു പുറത്ത് വന്നിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് മീറ്റിംഗ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയും ഇപ്പം ലൈറ്റായിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്തോ മുട്ടായിട്ടുണ്ട് ആണോ? ആവശ്യം നല്ല രസമുണ്ട്. ഇപ്പം നമ്മളെ ടീം ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം സെക്ഷനുണ്ട്. സോ ഈ ടോക്കണൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിലേക്കും കൂടെ പോവാം. പിന്നെ വേറെ ആരും വിളിച്ചില്ല. ഇപ്പം എൻ്റെ ടീമിനെ വിളിച്ചിട്ടുണ്ട്. സോ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം.
ജസ്റ്റ് പാസ് ചെയ്താൽ മതി. സിമ്പിൾ ഗെയിമാണ്. ഇത് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ടൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. ബലൂൺ വീർപ്പിച്ച് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പാസ് ചെയ്യാം. അതായത് ഈ ഒരു ബോർഡിൽ ഇത് നമ്മൾ ടേബിൾ പ്ലേസ് ചെയ്യും. നിങ്ങളുടെ ഓരോ മെമ്പറും ഇത് പാസ് ചെയ്തിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ട് അത് ബലൂൺ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ടീം മെമ്പർ കൊടുക്കാൻ. ആ ടീം മെമ്പർ അതുപോലെ തന്നെ ബലൂൺ വീർപ്പിച്ചിട്ട് ഇത് ഒന്നുകൂടെ കാണിച്ചു. ഡെമോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെക്കൻഡ് ആണ് ഇവിടെ നിന്ന് ബലൂൺ വീർപ്പിച്ച് പാസ് ചെയ്യുക. അതുപോലെ ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സും പാസ് ചെയ്തിട്ട് നാലാമത്തെ ആളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ ആളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഴാമത്തെ ആളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയത്തിന്റെ പടിയിൽ ഇനിയും ആ ഏരിയയിലെ ശാപം തീരുമില്ലയോ എന്നൊക്കെ കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് സെക്കൻഡിൽ ആ ഫസ്റ്റ് ഗെയിം കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ സെക്കൻഡ് ഗെയിമാണ്. സെക്കൻഡ് ഗെയിം നമ്മൾ ഫസ്റ്റ് റൗണ്ട് സൂപ്പറായിട്ട് ജയിച്ചിട്ടുണ്ട് ഗൈസ്. വാശിയേറിയ മത്സരമാണ്. രണ്ട് ലൈനും വാശിയേറിയ മത്സരമാണ്. സപ്പോർട്ട് ചെയ്യുക. വാശിയേറിയ മത്സരമാണ്. സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ സെക്കൻഡ് ഗെയിമിൻ്റെ സെമി ഫൈനൽ റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ട് നമ്മൾ ജയിച്ചു, ബട്ട് സെക്കൻഡ് റൗണ്ട് ലാസ്റ്റ് എത്തിയപ്പം പോയി നമുക്ക്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു, ഫണ്ണായിരുന്നു. അടുത്താള്
ഇപ്പോൾ രണ്ടാമത്തെ നേതൃത്വം തുടങ്ങി. ഇതിനെ പ്രോത്സാഹിപ്പിക്കാം. ഫൈനലി ഒരു കോഫിയും കുടിച്ച് എല്ലാവരുടെയും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി എൻ്റെ ഓഫീസിലെ കൊളീഗ്സിൻ്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം എൻ്റെ ഓഫീസിലെ കൊളീഗ്സിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങി. ഇതാ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ ഓട്ടോ എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഫ്രണ്ട്സിൻ്റെ കൊളീഗ്സിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഡയറക്റ്റ് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ട്രെയിൻ അറൗണ്ട് 11:15 ആണ്. ഇപ്പം സമയം അറൗണ്ട് 10:45 ആയി. നമുക്ക് അവിടെ പെട്ടെന്ന് പോകാം. ട്രെയിൻ വരാൻ ആക്ച്വലി നല്ല ലേറ്റായി. 11:15 ആയിരുന്നു ട്രെയിൻ. ബട്ട് ഒരു 40 minutes ഡിലേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ഒരു കുട്ടി ഡോഗിനെ കണ്ടു. ഫൈനലി ട്രെയിൻ എത്തി. എന്തോ റീസൺ കൊണ്ട് നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി സീറ്റ് കണ്ടുപിടിച്ചു. ഓൾറെഡി ഇപ്പോൾ ഒരു 12 കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയും ലേറ്റായിട്ട് ഡയറക്റ്റ് കിടന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ട്രിവാൻഡ്രത്ത് എത്തി. എറണാകുളത്ത് നിന്ന് കയറിയപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇൻ ബിറ്റ്വീൻ അവർ കോമ്പൻസേറ്റ് ചെയ്തു. ഇവിടെ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ഓൺ ടൈം ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് തമ്പാനൂർ ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 5:27 ഒക്കെ ആയപ്പം ബസ്സിൽ TT വന്നു. കാട്ടകട ടിക്കറ്റും ഞാൻ എടുത്തു. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയപ്പം തന്നെ ലിയോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാണാൻ വേണ്ടി. അവനെ കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ വീട്ടുകാരോട് കുറച്ച് സംസാരിച്ചിട്ട് ലിയോൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോയി കുളിച്ചു. പിന്നെ സൂപ്പർ ടയർഡായിരുന്നു. 2 ദിവസമായിട്ട് ഒരു പ്രോപ്പർ സ്ലീപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ ഉറങ്ങണമെന്ന് വിചാരിച്ച് പോയി കിടന്നുറങ്ങി. 1 hour കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ കൂടെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെയും ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് പോയി കിടന്നു. പിന്നെ കറക്റ്റ് ഒരു 1 hour കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് വിളിച്ചു. പിന്നെ ഡേ ഒരു പപ്പായ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയൊക്കെ ആയി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മീറ്റിംഗ് നന്നായിട്ട് പോയി. തിരിച്ചു പറഞ്ഞ വഴിക്ക് ഒരു ഐസ് ആപ്പിളും കുടിച്ചു. ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ എന്താ ഓൾമോസ്റ്റ് ഒരു 9:50 ആയി. ഞാൻ ഉച്ചയ്ക്ക് വന്നു, സൂപ്പറായിട്ട് ഉറങ്ങി, ഡിന്നർ കഴിച്ചു, ഒന്ന് ഫ്രഷായി. ഇപ്പം എൻ്റെ വീടിനടുത്ത് ഒരു കോളേജിൽ ബുക്ക് ഫെസ്റ്റ് നടക്കും. ഇന്നാണ് ഫൈനൽ ഡേ. അപ്പം എൻ്റെ ജിമ്മിലുള്ള ഫ്രണ്ട്സായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. സോ ഈ വീഡിയോ കൂടുതൽ
ലോങ് ആക്കുന്നില്ല. അപ്പം ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ടാറ്റ.